Hello friends, welcome to channel goodhappenshereajay. I am Ajay. I am going to video credit card. Our subscribers 𝙂𝙗𝙗 credit card. Credit card. Actually, 𝙂𝙗𝙗 ICICI Bank co-branded credit card. Actually, ICICI Bank credit card. Actually, two type credit card. ഒരു signature credit card ഉണ്ട് ഒരു platinum credit card ഉണ്ട്. അപ്പോൾ platinum credit card normally എല്ലാവർക്കും കിട്ടുക. signature എന്ന് കുറച്ചുകൂടി ഒരു പ്രീമിയം മോഡലാണ്. അപ്പോൾ എന്തായാലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ചെക്ക് ഔട്ട് ചെയ്യട്ടോ. ആമസോൺ സ്റ്റോർ നമ്മുടെ തുടങ്ങിയെന്ന് കാണാത്തവർ പോയി കാണാം. നമ്മുടെ ചാനലിലെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ആമസോൺ പർച്ചേസിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ ട്രൈ നോക്കി നോക്കട്ടെ. എല്ലാത്തിനും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ഗിയോ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മറക്കണ്ട കേട്ടോ. കുറച്ച് TWSും അതുപോലെ തന്നെ എന്താ പറയുക ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെയാണ്, വയർലെസ് ഹെഡ്ഫോണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അതും ഞാൻ ലാസ്റ്റ് സൈഡ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചാൽ റീസെൻറ്റ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്യാനും മറക്കണ്ട. രണ്ടിലും നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ടൈപ്പ് ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരാണ് 𝙂𝙗𝙗 ICICI ബാങ്ക് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡും ഓരോരുത്തരുടെ പേരാണ് 𝙂𝙗𝙗 ICICI ബാങ്ക് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ് നോർമലി എല്ലാവർക്കും ഒരു കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്. മറ്റത് കുറച്ച് സിഗ്നേച്ചർ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ കുറച്ച് പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ്. അതിൻ്റെ ഫീസ് തന്നെ കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റ് ആണ് നമുക്ക് ഫീസ് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്ലാറ്റിനം കാർഡിൻ്റെ ആണ് ഫസ്റ്റ് ഫീസ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ജോയിൻ ഫീസ് വരുന്നത് 500 രൂപയാണ്. സെക്കൻഡ് ഇയർ തൊട്ട് നമുക്കത് ഫ്രീ ആണ്, നില്ലാണ്. എന്ന് വെച്ചാൽ ജോയിൻ ഫീസ് മാത്രമേ ഉള്ളൂ. ആനുവൽ മെയിൻ്റനൻസ് ഫീസും കാര്യമൊന്നുമില്ല. പിന്നെ ഫ്രീ ആണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ജോയിൻ ചേർക്കണമെങ്കിൽ അതിന് 250 രൂപ കൊടുക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. സിഗ്നേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2500 രൂപയാണ് വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ തൊട്ട് ഫ്രീ കാർഡ് തന്നെയാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ്സുകളാണ്. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഫ്രീ പോലെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി സമ്പത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പ്ലാറ്റിനം കാർഡിനോട് പറയുകയാണെങ്കിൽ നമുക്കൊരു മൈ ക്യാഷ് 500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. മൈ ക്യാഷ് നിങ്ങൾക്ക് അറിയായിരിക്കും. 𝙂𝙗𝙗 ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അപ്പം 𝙂𝙗𝙗 കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രാവലേഴ്സ് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ചെയ്യാം. നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ കുറച്ച് കാലമായിട്ട് ഇറങ്ങിയിട്ട് അവർക്ക് ട്രാവൽ ലോൺസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊരു മുമ്പ് വീഡിയോ ചെയ്യുന്നതാണ്. ട്രിപ്പ് മണി എന്ന് പറഞ്ഞിട്ട് അത് 𝙂𝙗𝙗 അപ്പോൾ നമുക്ക് ബുക്കിങ്സിനും നമുക്ക് ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോൺ കൊടുക്കുന്നുണ്ട് അവർ. അത് കുറേ ബാങ്കും അതുപോലെ സെസ്റ്റ് മണിയും കാര്യങ്ങളൊക്കെ ടൈ അപ്പ് ചെയ്ത് തരാം. നമ്മളതൊരു വീഡിയോ കാണാത്തൊരു പോയി കാണണ്ട. ഞാൻ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ വീഡിയോയിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും സംഭവം. അതും ട്രിപ്പ് മണിയുടെ തന്നെയാണ് അത്. പക്ഷേ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അവരുടെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് മണി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിപ്പ് മണി അല്ല 𝙂𝙗𝙗 നിങ്ങൾക്ക് അറിയായിരിക്കും. MMT എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആയിട്ട്. അതുപോലെ തന്നെ GoIBB അറിയായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം രണ്ടിൻ്റെയും ഒരു എന്താ പറയുക ഒരു കോമ്പറ്റീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെന്ന് പറയാൻ പോകുന്നത് 𝙂𝙗𝙗 തന്നെയാണ്. അപ്പോൾ ഞാൻ സംഭവം ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് രണ്ടതിന് പേര് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടതിന് പേര് കണ്ടിരിക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. 𝙂𝙗𝙗 എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. പരസ്യം ഇഷ്ടം പോലെ വരുന്നതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റിനം കാർഡിൽ നമുക്ക് എടുക്കുമ്പോൾ 500 രൂപ മൈ ക്യാഷ് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് 𝙂𝙗𝙗 ഒരു വാലറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അതിൽ നമുക്ക് 500 രൂപ കയറും. അതിപ്പോൾ സിഗ്നേച്ചർ കാർഡാണെങ്കിൽ നമുക്ക് 1500 രൂപയാണ് കയറും. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ജോയിൻ ഫീസിൻ്റെ ഓൾമോസ്റ്റ് തന്നെയാണ് അതിലേക്കും പോകുന്നത്. വലിയ ഫ്രീ എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ വരുന്ന കോംപ്ലിമെൻ്ററി വരുന്ന നമുക്ക് MMT ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഇവർക്കൊരു മെമ്പർഷിപ്പ് ഉണ്ട് 𝙂𝙗𝙗. എനിക്ക് ആക്ച്വലി MMT മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ. എനിക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഹോട്ടലിൽ കാര്യങ്ങളും ബുക്കിംഗ് കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട്സ് കൂടി എക്സ്ട്രാ വേറെ കാര്യങ്ങളൊക്കെ കിട്ടും. ശരിക്കും ഇതൊരു ബേസിക് മെമ്പർഷിപ്പാണ്. ഇതിൻ്റെ മുകളിൽ പറയുമ്പോൾ ഉണ്ട്. എനിക്ക് പേരും കറക്റ്റ് ഓർമ്മയില്ല. MMT ബ്ലാക്ക് ആണ് നോർമലി വരിക. അപ്പോൾ നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ഹോട്ടൽസിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടും കേട്ടോ. അത് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 𝙂𝙗𝙗 ഹോളിഡേ വൗച്ചർ ആയിട്ടുള്ള 200 രൂപയും കിട്ടുന്നുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ കുറച്ച് പോയിന്റ്സ് കൂടുതലാണ്. 2 കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഞാൻ ആക്ച്വലി മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എവിടെയായിരുന്നു അത്? നമുക്ക് 𝙂𝙗𝙗 ഹോളിഡേ വൗച്ചർ നമുക്ക് 2500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ
MMT ബ്ലാക്കും നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട് കേട്ടോ, കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് നമുക്കിനി മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 2.5 ലാക്ക് നമുക്ക് ഇന്ന ഇയർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ മൈ ക്യാഷ് കിട്ടും, അങ്ങനെ ഓഫർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപ നമുക്ക് ഫ്ലൈറ്റ്സോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങിലോ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ എക്സ്ട്രാ മൈ ക്യാഷ് കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനും അതർ ദാൻ MMT ആണെങ്കിൽ നമുക്ക് 1 രൂപ കിട്ടും. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1.25 കിട്ടും കേട്ടോ. ഫ്ലൈറ്റ് ബുക്കിംഗ്സിനൊക്കെ നമുക്ക് മേക്ക്മൈട്രിപ്പ് ത്രൂ ആണെങ്കിൽ 2 രൂപ കിട്ടും. അങ്ങനെ കുറച്ച് റിവാർഡ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സിഗ്നേച്ചർ കാർഡിനാണെങ്കിൽ നമുക്ക് 5 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 മൈ ക്യാഷ് കിട്ടും. 50,000ത്തിൻ്റെ ഹോട്ടൽ അത് സെയിം ആണ് 50,000, അപ്പോൾ നമുക്ക് 1100 ക്യാഷ് കിട്ടും. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഹോട്ടൽ ബുക്കിംഗ്സിനൊക്കെ 3 രൂപ, ഫ്ലൈറ്റ് ബുക്കിംഗ്സിനൊക്കെ 2 രൂപ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ചസസ് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അതായത് നമുക്ക് പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ നമുക്ക് 1 കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് അസസ് കിട്ടുന്നുണ്ട് പെർ ക്വാർട്ടറിൽ. അത് സിഗ്നേച്ചർ കാർഡാണെങ്കിൽ 2 കിട്ടും. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. പ്രൈസും അത്യാവശ്യം ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ കുറച്ച് കോംപ്ലിമെൻ്ററി സംഭവങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ സിഗ്നേച്ചർ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ചസസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റെയിൽവേയിൽ ലോഞ്ച് എന്ന് പറയാൻ പേരിന് മാത്രമേ ഉള്ളൂ, എന്നാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ലോഞ്ചസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബുക്ക് മൈ ഷോയിൽ നമുക്ക് 2 ഫ്രീ മൂവി ടിക്കറ്റ്സ് അപ് ടു 300 റുപ്പീസ് വരെ കിട്ടുന്നുണ്ട്. അത് സിഗ്നേച്ചർ കാർഡിലാണെങ്കിൽ, മറ്റാണെങ്കിൽ നമുക്ക് 250 രൂപയുടെ ടിക്കറ്റ്സ് ഒരു പെർ മന്തിൽ കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടാം. 2 ഫ്രീ ടിക്കറ്റ്സ്. ഐനോക്സിലാണെങ്കിലും സെയിം ആണ്, 2 ഫ്രീ ടിക്കറ്റ്സ്. അത് രണ്ടിലും സെയിം ആണ്, സിഗ്നേച്ചർ ആയാലും പ്ലാറ്റിനം കാർഡായാലും സെയിം ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവ് കിട്ടും, നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേവ് കിട്ടും. രണ്ടിലും സെയിം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നോർമലായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ നമുക്ക് പ്ലാറ്റിനം കാർഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതിന് എലിജിബിലിറ്റി വരുന്നത് നമുക്കിപ്പോൾ നോർമൽ വരുന്ന എലിജിബിലിറ്റി പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു 20 അബോവ് സാലറി ഉള്ളവർക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 18 to above 60 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് നമ്മുടെ ICICI ബാങ്കിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മേക്ക്മൈട്രിപ്പ് അത്യാവശ്യം നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാവലേഴ്സ് എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് പ്ലാറ്റിനം കാർഡ്, ഞാൻ എന്തായാലും സിഗ്നേച്ചർ കാർഡ് റെക്കമെൻഡ് ചെയ്യില്ല, കുറച്ചും കൂടി പ്രീമിയം കാർഡാണ്. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് അതിൻ്റെ കോംപ്ലിമെൻ്ററി സംഭവങ്ങളൊക്കെ നമുക്ക് പ്ലാറ്റിനം കാർഡിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാറ്റിനം കാർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല, പക്ഷേ 500 രൂപ നമുക്ക് ജോയിൻ ഫീസ് കൊടുക്കാൻ വരും, പിന്നെ അങ്ങോട്ട് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ് കേട്ടോ മേക്ക്മൈട്രിപ്പിൻ്റെ കാർഡ്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനും, നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പേജിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ചാനൽ പേജ് അവിടെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാമല്ലോ. ബൈ.